സ്വസമുദായത്തെ മോചിപ്പിക്കുന്നതിനും അദ്ദേഹം മാതൃക കാണിക്കുകയുണ്ടായി. വൈക്കം സത്യാഗ്രഹം സമയത്തെ നമുക്കൊരു സംഭവം ഓർമ്മിക്കാം. വൈക്കം സത്യാഗ്രഹം കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരു അധ്യായമാണ്. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത മഹൽ വ്യക്തികളുടെ മുന്നിൽ ശ്രീ മന്നത്ത് പത്മനാഭൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചങ്ങനാശ്ശേരി പെരുന്ന മന്നത്ത് വീട്ടിൽ 3 പേര് എത്തുകയുണ്ടായി. അതിലൊരാൾ ആറന്മുള സ്വദേശിയായ അഴകൻ എന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു. അവർ ആഹാരം കഴിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അമ്മയോട് കഞ്ഞി റെഡിയാക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അപ്പോഴാണ് ഒരു പ്രശ്നം ഉടലെടുത്തത്. അഴകനെ എവിടെ ഇരുത്തി ഭക്ഷണം നൽകും? താൻ പൊതുസ്ഥലത്ത് വെച്ച് മിശ്രഭോജനം ശീലിച്ചിട്ടുണ്ടെങ്കിലും അമ്മയ്ക്കത് സ്വീകാര്യമാകുമോ എന്ന ഒരു ശങ്ക അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അയിത്തോച്ചാടനത്തിനെതിരായി പോരാടുന്ന തനിക്ക് അഴകനെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കാൻ ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ധർമ്മസങ്കടത്തിനൊടുവിൽ അദ്ദേഹം പറഞ്ഞു, സ്വന്തം ബോധ്യങ്ങൾക്ക് സംസാരങ്ങൾക്കും വിരുദ്ധമായി എന്തായാലും ഞാൻ പ്രവർത്തിക്കില്ല. ഇന്നത്തെ അതിഥികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അഴകനാണ്. അതുകൊണ്ട് തന്നെ അഴകനോടൊപ്പം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് അദ്ദേഹം അമ്മയെ ബോധ്യപ്പെടുത്തി. നിലത്ത് വിരിച്ച പായിൽ തൊട്ടടുത്ത് അഴകനെ ഇരുത്തി മന്നവും അദ്ദേഹത്തോടൊപ്പം കഞ്ഞി കുടിച്ചു. ഭക്ഷണം കഴിഞ്ഞ് പാത്രമെടുക്കാൻ ഭാവിച്ച അഴകനെ അദ്ദേഹം തടഞ്ഞു. മന്നം തന്നെ പാത്രമെടുക്കാൻ ശ്രമിച്ചപ്പോഴും അമ്മ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് ആ പാത്രം അമ്മ കഴുകി വൃത്തിയാക്കി. ആ കാലഘട്ടത്തിൽ ഓർക്കാൻ പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സംഭവമായിരുന്നു ഇത്. അയിത്തോച്ചാടനത്തിനും ജാതി നശീകരണത്തിനും ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ താൻ അവകാശിയായിരുന്നുവെന്ന് ഈ സംഭവത്തോടെ മന്നം കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ സ്വയം മാതൃക തീർത്താണ്, മറ്റുള്ളവരെ കേവലം ഉപദേശിക്കുകയല്ല, സ്വജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ പകർത്തി സ്വയം മാതൃക തീർത്താണ് അദ്ദേഹം സമുദായ പരിഷ്കരണത്തിന് വേണ്ടി ഇറങ്ങിയത് എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന കാര്യമല്ലേ. അസാധാരണമായ കർമ്മകുശലത അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറ്റാർക്കുമില്ലാത്ത വിചാരങ്ങളും ചിന്തകളും അദ്ദേഹത്തെ ഭരിച്ചിരുന്നു. അദ്ദേഹം സമൂഹത്തിന് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയും ജീവിതം ഒഴിഞ്ഞു വെച്ച വ്യക്തിയാണ്. സ്കൂൾ അധ്യാപകനായിരുന്നു, ജോലി വേണ്ടെന്ന് വെച്ചു. വക്കീൽ പണിയിൽ ചേർന്നു, ചങ്ങനാശ്ശേരി ബാറിൽ വക്കീലന്മാരുടെ സംഘടന ഉണ്ടാക്കി പ്രവർത്തിച്ചു, അതും വേണ്ടെന്ന് വെച്ചു. തൻ്റെ ലക്ഷ്യം ജീർണതയിൽ ആണ്ടുകിടക്കുന്ന അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും അടിഞ്ഞു കിടക്കുന്ന ഭിന്നിച്ചു നിൽക്കുന്ന 18 ഉപവിഭാഗങ്ങളായി ഭിന്നിച്ചു നിൽക്കുന്ന നായർ സമുദായത്തെ ഒന്നിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് തൻ്റെ ജീവിത ലക്ഷ്യം എന്ന് കണ്ടുകൊണ്ടാണ് മന്നത്ത് പത്മനാഭൻ തൻ്റെ ജീവിത യാത്ര യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ആ മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് 154 സ്കൂളുകൾ ഉണ്ടാക്കി, 28 കോളേജുകൾ ഉണ്ടാക്കി, 11 ആശുപത്രികൾ ഉണ്ടാക്കി. മാത്രമല്ല 5000 ഹെക്ടറിലധികം ഭൂമി, തോട്ടഭൂമി NSSന് വേണ്ടി സമ്പാദിച്ചു. മന്നത്ത് പത്മനാഭൻ കർമ്മയോഗിയായ കുലപതി എന്ന പുസ്തകത്തിൽ ആമുഖത്തിൽ കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നു, 100 രൂപ തികച്ചെടുക്കാൻ കഴിവില്ലാത്ത ചെറുകിട ജന്മിമാരും അല്പവേതനക്കാരായ സർക്കാർ ജീവനക്കാരും കോടതി തിണ്ണകളിൽ വ്യവഹാരങ്ങൾക്ക് വേണ്ടി നിരങ്ങുന്ന കലഹപ്രിയരും അടങ്ങുന്ന ഒരു സമുദായത്തെ കൊണ്ട് ഇത്രയുമൊക്കെ ചെയ്യിക്കാൻ മന്നത്ത് പത്മനാഭന് മാത്രമേ കഴിയൂ. പണം എങ്ങനെ വന്നു ചേരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ശുഭാപ്തി വിശ്വാസം
സഹപ്രവർത്തകരെ ശുഭാപ്തി വിശ്വാസികളാക്കി മാറ്റി. ഒരു യഥാർത്ഥ നേതാവിന് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ. ശ്രീ മന്നത്ത് പത്മനാഭൻ ശൂന്യതയിൽ നിന്ന് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത മഹാനുഭാവനാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ന് നമുക്ക് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത നിലയിലുള്ള പ്രവർത്തന പാഠവമായിരുന്നു അദ്ദേഹം നേതൃത്വം കൊടുത്തത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. മന്നത്ത് പത്മനാഭൻ ഒരു ട്രൂ ലീഡറാണ്. അണികളെയും സമൂഹത്തെയും നയിക്കാൻ കഴിയുന്ന ഒരു ട്രൂ ലീഡറാണ് മന്നത്ത് പത്മനാഭൻ എന്ന് തെളിയിച്ചത് എത്രയോ സംഭവങ്ങൾ. തിരുവനന്തപുരം MG കോളേജിന്റെ ശിലാസ്ഥാപനം നടത്തിയ ഗവർണർ ജനറൽ C. രാജഗോപാൽ മന്നത്ത് പത്മനാഭനോട് ചോദിച്ചു, കോളേജ് നിർമ്മാണത്തിന് വലിയ തുകയുണ്ടായി ചെലവഴിച്ച് കാണുമല്ലോ, എവിടുന്നാണ് ഈ പണം സമാഹരിക്കാൻ പോകുന്നത്? അദ്ദേഹത്തിന്റെ മറുപടിയാണ്, പണമൊക്കെ ഓരോരുത്തരുടെ പോക്കറ്റിലില്ലേ, ചെന്ന് ചോദിച്ച് വാങ്ങുകയേ വേണ്ടൂ. ആ ആത്മവിശ്വാസത്തിന്റെ മറ്റൊരു പേരായി നമുക്ക് പറയാൻ കഴിയുന്നത് മന്നം എന്ന് തന്നെയാണ്. അതുവഴി സ്വസമുദായത്തിനും അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസം നൽകി എന്നുള്ളതാണ് സത്യം. ഈ കോളേജുകളും സ്കൂളുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ നിർമ്മിച്ചത് ജനങ്ങളുടെ പണം കൊണ്ടാണ്, സമുദായ സ്നേഹികളുടെ പണം കൊണ്ടാണ്, സമൂഹത്തിലെ ആളുകളുടെ കൈകളുടെ പണം കൊണ്ടാണ്. എൻ്റെ മണ്ഡലമായ ഹരിപ്പാട് കരുവാറ്റായിൽ സമുദായത്തിൽ കുടുംബത്തിൽ വിഷുവിന് അദ്ദേഹം ചെല്ലും. വിഷ് കൈനീട്ടമായ ഒരു ആനയാണ് കിട്ടിയത്. അതും വിറ്റ് NSSന് മുതൽക്കൂട്ട് ഉണ്ടായി. അതുപോലെ എത്രയോ വീടുകളിൽ ചെന്ന് അവരോടൊപ്പം നിന്നുകൊണ്ട് NSSന്റെ മഹത്തായ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ ശ്രീ മന്നത്ത് പത്മനാഭൻ നടത്തിയ ശ്രമങ്ങൾ ചെറുതല്ല. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നായർ സമുദായ അംഗങ്ങൾ മാത്രമല്ല പഠിക്കുന്നത്, എല്ലാവരും പഠിക്കുന്നു. അതായിരുന്നു മന്നത്തിന്റെ ദർശനം. എല്ലാവർക്കും വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം, എല്ലാവർക്കും വളരാനുള്ള അവസരം, എല്ലാവർക്കും തുല്യമായ ചിന്ത, അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഇവിടെ വ്യക്തിപരമായൊരു കാര്യം എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് എനിക്ക് SSLC പരീക്ഷയിൽ അന്ന് 360 മാർക്ക് വേണം ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ. 5 മാർക്ക് എനിക്ക് കുറവായിരുന്നു. എൻ്റെ വീടിനടുത്തുള്ള ഒരു കോളേജിൽ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. റാങ്ക് ലിസ്റ്റിൽ ഞാൻ 5ാമനായിരുന്നു. ഞാൻ അന്ന് കേരള വിദ്യാർത്ഥി യൂണിയന്റെ KSUവിന്റെ ഒരു പ്രവർത്തകനായിരുന്നു, ജില്ലാ ട്രഷററായിരുന്നു. ആരോ ഒരു ഊമക്കത്ത് അയച്ചു, ഞാൻ ഈ കോളേജിൽ പഠിച്ചാൽ ഈ കോളേജിന്റെ അന്തരീക്ഷം തകർക്കുമെന്ന്. ആ ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ 5ാമത്തെ റാങ്ക് ഉണ്ടായിരുന്ന എനിക്ക് പ്രവേശനം നിഷേധിച്ചു. മറ്റൊരു കോളേജിൽ ഞാൻ അപേക്ഷ കൊടുത്തിരുന്നില്ല, കാരണം ഇത് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പിതാവിനോടൊപ്പം എൻ്റെ ഒരു ബന്ധുവായി സ്കൂളിലെ അധ്യാപകനായ രാജസ്ഥാനോടൊപ്പം വന്ന് ആദ്യമായിട്ടാണ് ഞാൻ NSS ആസ്ഥാനത്ത് വന്നു. അന്ന് ജനറൽ സെക്രട്ടറി ശ്രീ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയാണ്. ഞങ്ങൾ 3 പേരും കൂടി അവിടെ ചെന്നപ്പോൾ എൻ്റെ അഡ്മിഷന് വേണ്ടിയാണ് വന്നത്. അന്ന് പക്ഷേ എല്ലാ അഡ്മിഷനും കഴിഞ്ഞു, ആ അപേക്ഷ കൊടുക്കാനുള്ള സമയം കഴിഞ്ഞു. ഈ വിവരങ്ങൾ അദ്ദേഹത്തോട് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ എനിക്ക് അപേക്ഷ തരാൻ എഴുതി തന്നു. ഞാൻ അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്ത് എനിക്കിവിടെ ഈ കോളേജിൽ എനിക്ക് പ്രവേശനം നൽകി. അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എന്നെ സഹായിച്ചതും എനിക്ക് അഭയം തന്നതും NSS ആണ് എന്ന് പറയാൻ എനിക്ക് അതിയായ സന്തോഷമാണ്. അന്ന് വാസ്തവത്തിൽ അന്ന് എനിക്ക് അപേക്ഷ കൊടുത്ത് പ്രീ ഡിഗ്രിക്ക് ചേരാൻ അവസരമില്ലായിരുന്നെങ്കിൽ എൻ്റെ 1 വർഷം പോകുമായിരുന്നു. അതുകൊണ്ടാണ് ജനറൽ സെക്രട്ടറി ഇവിടെ പറഞ്ഞ ഈ മണ്ണുമായി എൻ്റെ ബന്ധം. NSS ഹിന്ദു കോളേജ്, NSS ഹെഡ്ക്വാർട്ടേഴ്സ്, മന്നം സമാധി, വേലായുധ മന്ദിരം, മാവേലി ലോഡ്ജുകൾ, അംബിക ഹോട്ടല്,
അതോടൊപ്പം തന്നെ ചച്ചായുടെ കട. ഈ മണ്ണുമായി അത്രമാത്രം ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നും എൻ്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നത് ഈ അന്തരീക്ഷമായിരുന്നു. അന്ന് ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായി. എൻ്റെ പൊതുജീവിതവും എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടവും ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. എന്നും എൻ്റെ മനസ്സിൽ അത് പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നായർ സമുദായ അംഗങ്ങളെ ശാക്തീകരിക്കുന്നതോടൊപ്പം കേരളത്തിലെ ഇതര ജനസമൂഹങ്ങൾക്ക്, വ്യക്തികൾക്ക്, സ്ഥാപനങ്ങൾക്ക് ശക്തിയും ചൈതന്യവും പറഞ്ഞു കൊടുക്കാൻ ശ്രീ മന്നത്ത് പത്മനാഭന് കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അവർണരുടെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി നടത്തിയ ഏറ്റവും വലിയ വിപ്ലവകരമായ പോരാട്ടമാണ് വൈക്കം സത്യാഗ്രഹം. ഇവിടെ ജനറൽ സെക്രട്ടറി ചൂണ്ടിക്കാണിച്ച പോലെ അതിന് 20 വർഷങ്ങൾക്ക് മുമ്പ് പെരുന്നയിൽ മാരണത്തുകാവ് ദേവീക്ഷേത്രം മന്നത്ത് പത്മനാഭൻ എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തു. പട്ടികവർഗ വിഭാഗങ്ങളും പിന്നോക്കക്കാർക്കും ക്ഷേത്രത്തിൽ കയറാൻ അവസരമില്ലാതിരുന്ന കാലഘട്ടത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ 20 വർഷം മുമ്പ് മാരണത്തുകാവ് ദേവീക്ഷേത്രം തുറന്നു കൊടുത്ത മന്നത്ത് പത്മനാഭൻ കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് എന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. കേരളീയ സമൂഹത്തെ പരിഷ്കരണത്തിന്റെ പാതയിലേക്ക് നയിച്ച തേജോ ബിംബങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായി നമുക്ക് അദ്ദേഹത്തെ എഴുതി ചേർക്കാൻ കഴിയും. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, എല്ലാ ജാതിയിൽപ്പെട്ടവർക്ക് ക്ഷേത്രപ്രവേശനത്തിന് നടത്തിയ സമരങ്ങൾ, ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾ, സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂർ കൊച്ചി നിയമസഭയിലേക്കുള്ള പ്രവേശനം, വിമോചന സമരം നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ, ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ മുതുകുളം പ്രസംഗം ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗമാണ്. മുതുകുളം പ്രസംഗം, ആ പ്രസംഗം എല്ലാവർക്കും വേണ്ടിയായിരുന്നു. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയായിരുന്നു ആ പ്രസംഗം. ആ പ്രസംഗം കഴിഞ്ഞപ്പോഴാണ് സർ CP അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. സ്വാതന്ത്ര്യം കിട്ടിയ ആ പുലരി കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായില്ല, ജയിലിലായിരുന്നു. പിന്നീടാണ് ജയിലിൻ്റെ പുറത്തു വന്നത്. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൽ മാത്രമല്ല, പാവപ്പെട്ടവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി തെറ്റായ ചിന്തകൾക്കെതിരെ പോരാടാൻ കഴിഞ്ഞ ഏറ്റവും കരുത്തനായ വ്യക്തിത്വമായിരുന്നു ശ്രീ മന്നത്ത് പത്മനാഭൻ്റേത്. അന്ന് അവർണർക്ക് വേണ്ടി സവർണർ ജാഥ നടത്തി എന്നത് നമുക്ക് ഓർക്കാൻ പോലും കഴിയാത്തൊരു കാലഘട്ടം, അന്ന് ഓർക്കാൻ കഴിയാത്ത കാലമാണ്. വൈക്കം ക്ഷേത്രത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും അന്ന് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു. വൈക്കത്തെല്ലാം നമുക്ക് കാണാം, ഒരു തീണ്ടപ്പലക ഉള്ള സ്ഥലം ഇപ്പോഴും കാണാം. ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ പിന്നോക്കക്കാർക്ക് അവസരമില്ലായിരുന്നു, ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അവസരമില്ലായിരുന്നു. ഗാന്ധിജിയുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹങ്ങളോടുകൂടി ആരംഭിച്ച വൈക്കം സത്യാഗ്രഹത്തിന്റെ ഏറ്റവും മുന്നണി പോരാളി ശ്രീ മന്നത്ത് പത്മനാഭനായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അന്നത്തെ SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി TK മാധവൻ. TK മാധവൻ മായി സംസാരിച്ച ശേഷമാണ് സവർണ ജാഥ ആരംഭിക്കുന്നത്. സവർണ ജാഥ കേരളത്തിൽ ഉണ്ടാക്കിയ കോളിളക്കം ചെറുതല്ല. ആയിരക്കണക്കിന് ആളുകളാണ് സവർണ ജാഥയിൽ മന്നത്ത് പത്മനാഭനോടൊപ്പം പങ്കെടുത്തത്. കുഞ്ഞുകുട്ടി പരാധീനം മുഴുവൻ ആ ജാഥയിൽ പങ്കെടുത്തു. ആ ജാഥ കടന്നു പോകുന്ന വഴികളിൽ സവർണ ജാതിക്കാരായ മുഴുവൻ ആളുകൾ അണിനിരന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ കരുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരം ഉണ്ടാകുന്നത്. അത് തന്നെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് തന്നെ ചാലകശക്തിയായി മാറിയത് ഒരു സംശയവും വേണ്ട സവർണ ജാഥയായിരുന്നു. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് പട്ടികവർഗ വിഭാഗങ്ങൾക്ക്, പിന്നോക്കക്കാർക്ക് വഴി നടക്കാനും ക്ഷേത്രപ്രവേശനത്തിനും വേണ്ടി
ജാഥ നടത്തിയത് എന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഒരു കാലത്തും രാഷ്ട്രീയക്കാരനായിരുന്നില്ല. പക്ഷേ രാഷ്ട്രീയ രംഗത്ത് തെറ്റുകൾ ഉണ്ടായാൽ ആ തെറ്റുകൾക്കെതിരെ അചഞ്ചലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ശ്രീ മന്നത്ത് പത്മനാഭൻ മുന്നോട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാൻ കോട്ട് ചെയ്യാം. ഞാൻ സ്വതവേ ഒരു രാഷ്ട്രീയ ജീവിയല്ല, സാമൂഹ്യ പരിഷ്കരണത്തിന് തൽപരനാണ്. ആവശ്യം കഴിഞ്ഞാൽ രാഷ്ട്രീയ രംഗത്ത് നിന്ന് തങ്ങി നിൽക്കാതെ എന്റെ പ്രവർത്തന രംഗത്തേക്ക് മടങ്ങിപ്പോരുകയാണ് പതിവ്. രാഷ്ട്രീയ പ്രവർത്തകരെക്കാൾ സാമൂഹ്യ പ്രവർത്തകർക്കാണ് സൃഷ്ടിപരമായ കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ കഴിവുള്ളതും സാധിക്കുന്നു എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. നമ്മൾ ആലോചിക്കണം, രാഷ്ട്രീയ രംഗത്ത് ഇടപെടൽ ഉണ്ടാകേണ്ട സന്ദർഭങ്ങളിൽ NSS ഇടപെട്ടിട്ടുണ്ട്. ആ ഇടപെടലുകൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇന്നും രാഷ്ട്രീയ രംഗത്ത് ആവശ്യമായ ഘട്ടങ്ങളിൽ NSS നേതൃത്വം ശ്രീ ജി സുകുമാരൻ നായരും നേതൃത്വം ഇടപെടുന്നു എന്നുള്ളതും ആശാവഹമായ കാര്യമായി തന്നെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. രാഷ്ട്രീയ മേഖലയെ സാമൂഹ്യമായ പരിഷ്കരണങ്ങൾക്കും മാറ്റങ്ങൾക്കും ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചു വന്നത്. അതിൽ നിന്ന് എന്നെ പോലെയുള്ള പൊതുപ്രവർത്തകർക്കും ധാരാളമായി പഠിക്കാനുണ്ട്.